നമ്മുടെ SSB വഴി മുൻപൊരു നോട്ടിഫിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ 2026 നിലവിലാണ്. 20 നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 21 നോട്ടിഫിക്കേഷൻ വന്നത്. ഇവിടെ നോട്ടീസിൽ ഒഫീഷ്യലായിട്ട് പറയുന്ന 20 നോട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 2020 ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് 2026 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതും 10 ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 28/1/2026 നടക്കുന്നത്. അപ്പോൾ ഇത് ആരൊക്കെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കും, ആരൊക്കെയാണ് ഇതിനെ അപേക്ഷിച്ചത്, പലരും മറന്നു തന്നെ പോയിട്ടുണ്ടാവും. അപ്പോൾ മൊത്തം കാര്യങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കുക. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ യോഗ്യത, ആരൊക്കെയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ, ഇനി നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. അതായത് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതുപോലെ നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ അപേക്ഷിക്കാൻ പറ്റുന്ന കാറ്റഗറിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശാസ്ത്ര സീമാബൽ അന്ന് റിലീസ് ചെയ്ത നോട്ടിഫിക്കേഷനാണ് കേട്ടോ. 2020 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2020 നോട്ടിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 2020 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ 2026 അപ്പോൾ അതിൻ്റെ സെലക്ഷൻ നടക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പോസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലാണ്. 47 ഒഴിവ് ആൺകുട്ടികൾക്ക് ജനറൽ അതായത് മെൻ ആൻഡ് വുമൺ ആണ് കേട്ടോ. ജനറലിനുണ്ടായിരുന്നു 11, EWS OBC 26, SC 21, 10 ST വിഭാഗത്തിന് 115 നമ്മുടെ ടോട്ടലായിട്ട് വരുന്ന വേക്കൻസിയാണ്. ഇത് മേ ബി ഇൻക്രീസ് ആയിട്ടുണ്ടാവാം. കാരണം ഒരുപാട് വർഷങ്ങളായി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ അന്ന് പറഞ്ഞ സാലറി 25,500 മുതൽ 81,100 വരെയായിരുന്നു ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 18 to 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏജ് ക്രൈറ്റീരിയ ഒക്കെ കഴിഞ്ഞവരുണ്ടാവും ഇപ്പോൾ നിലവിൽ. എന്തായാലും അഡ്മിറ്റ് കാർഡ് വന്നാൽ നിങ്ങൾക്ക് ഇതിനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. യോഗ്യത +2 ആയിരുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കുക. +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് വിത്ത് മിനിമം സ്പീഡ് ഓഫ് 35 വേർഡ് പെർ മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം. അല്ല, ഹിന്ദിയാണ് പറയുന്നത്. നമ്മൾ വീഡിയോ കാണുന്ന അധികം പേരും തീർച്ചയായിട്ടും ഇംഗ്ലീഷാണ് എടുക്കുക. അപ്പോൾ അതും കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ +2 ടൈപ്പിംഗ് സ്കില്ലുള്ളവർക്ക് അന്ന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. സോ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. SC STക്ക് 5, OBCക്ക് 3 ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടുള്ളത്. ഇതിന് ആദ്യം സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ഫിസിക്കലാണ്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവും. അഡ്മിറ്റ് കാർഡ് ഒന്ന് റീഡ് ചെയ്തിട്ട് മാത്രം സെലക്ഷന് വേണ്ടി പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. 1600 മീറ്റർ ഓട്ടം 6 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ ഓടി തീർത്തണം എന്നാണ് പറയുന്നത്. ഫീമെയിൽസ് ആകുമ്പോൾ 800 മീറ്റർ ഓട്ടം 4 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASI പോലെയാണ് ഇതിൻ്റെ സെലക്ഷൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മേ ബി രണ്ടിൻ്റെയും പരീക്ഷകൾ ഒരുമിച്ച് നടത്താനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് എടുക്കുന്ന കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അഡ്മിറ്റ് കാർഡ് എടുക്കാനായിട്ട് നിങ്ങൾ SSBൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് വരുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ വിൽ ബി ഹെൽഡ് ഫ്രം 28/1/2026 പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഡേറ്റിലാണ് നടക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ IDയും പാസ്വേഡൊക്കെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. അതിനെന്ത് ചെയ്യുക, ഫൊർഗോട്ട് രജിസ്ട്രേഷൻ ID കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID ഓർമ്മയുണ്ടാവും. നിങ്ങളുടെ രജിസ്ട്രേഷൻ ID ഓർമ്മയുണ്ട്, ഇവിടെ എൻ്റർ ചെയ്യുക. ഫൊർഗോട്ട് പാസ്വേഡ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൊർഗോട്ട് രജിസ്ട്രേഷൻ ID കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഒരു ക്യാപ്ച ഉണ്ടാവും. അത് എൻ്റർ ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറയും. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കാണിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. 2020-21 വിളിച്ചൊരു നോട്ടിഫിക്കേഷനാണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. HCM നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. HCM നമ്മളന്ന് വീഡിയോ ഒക്കെ ചെയ്തതാണ്. ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, വീഡിയോ ചെയ്ത് ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും 2021 വിളിച്ചിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതായത് വന്നത് 21 അഡ്വർടൈസ്മെൻറ്റിൽ കാണിക്കുന്നത് 2020 എന്നാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ മുമ്പ് വന്ന നോട്ടിഫിക്കേഷനാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളിപ്പം എടുത്തു വെച്ച് പറഞ്ഞതൊക്കെ മുന്നത്തെ നോട്ടിഫിക്കേഷനാണ്. ഇപ്പോൾ വന്നൊരു നോട്ടീസും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടോ, അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെയാണ് പറയുന്നത്, അതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് സെൻറ്റർ കിട്ടിയിട്ടുള്ളത്. 10 സെൻറ്ററിൽ വെച്ച് നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. മേ ബി കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിൽ ലഭിക്കുക. കേരളത്തിൽ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്തിട്ട് തീർച്ചയായും നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യുക, അത് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.